and welcome back to my YouTube channel Back Hotel. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കമൻസ് ഒക്കെ ഞാൻ കണ്ടു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഫീഡ്ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഡിന്നർ, ചെറിയൊരു സംഭവമാണ്, എങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിന്നർ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, സോ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് പ്രസ് ദി ബെൽ ബട്ടൺ. അപ്പോൾ ഇന്ന് ഡിന്നറിന് പ്രത്യേകിച്ച് ഹെവി ആയിട്ട് വേണ്ടാന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അച്ചൂസ് പറഞ്ഞു ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ മുന്നേ മേടിച്ച് വെച്ച പാസ്തയാണ്. അപ്പോൾ പാസ്ത കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പാസ്ത ഉണ്ടാക്കി തരുമോ അമ്മ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പാസ്ത ആയിക്കോട്ടെ രാത്രി എന്ന് വിചാരിച്ചു. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പാസ്ത ഉണ്ടാക്കുന്നത്. നമ്മുടെ ക്രീമൊന്നും യൂസ് ചെയ്യാതെയാണ് പാസ്ത ഉണ്ടാക്കുന്നത്. ഇന്ന് എൻ്റെ കയ്യിൽ ക്യാരറ്റും ക്യാപ്സിക്കവും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ആഡ് ചെയ്യുന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാസ്തയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാസ്ത കുറച്ച്, അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ സവാളയാണ്. പിന്നെ ഞാൻ അതിനകത്ത് എനിക്ക് വെളുത്തുള്ളി ഞാൻ മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി സവാളയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു നാടൻ പാസ്ത എന്നൊക്കെ പറയാം, ആ ഒരു ടേസ്റ്റ് വരും. പിന്നെ അത്യാവശ്യം ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇത് മൂന്നുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തേക്കുന്നത്. ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ അതേപോലെ തന്നെ ക്യാബേജൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇന്ന് ക്യാരറ്റും ക്യാപ്സിക്കവും ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പാസ്ത കുറച്ച് കഴുകാനായിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പാസ്ത. അപ്പോൾ അത് ഒന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കണം. അത് വാഷ് ചെയ്തെടുത്തിട്ട് അത് വേവിക്കാൻ വെക്കണം. അതൊന്ന് വേവിച്ചെടുത്തിട്ട് വേണം നമ്മൾ മറ്റു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ പാസ്ത കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ബാംബിനോടെ ന്യൂട്രാവെൽ ഫോർട്ടിഫൈഡ് വിത്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് വൈറ്റമിൻ സിങ്ക് ആൻഡ് അയൺ ഒക്കെ ചേർന്ന പാസ്ത മാക്രോണിയാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മൈദ, വീറ്റ്, ഗ്ലൂട്ടൻ, വീറ്റാണ് അടങ്ങിയിട്ടുള്ളത്. മൈദ ഇല്ല, വീറ്റ്, റവ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇത് സിമ്പിൾ നോർമൽ പാസ്തയുടെ ഇതാണ്. അപ്പോൾ ഇത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് അത്യാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ ജസ്റ്റ് ഒരു മുങ്ങിക്കിടക്കുന്ന അത്രയും ഉള്ളൊരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം അതൊന്ന് ഇതാകാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് പാസ്ത ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മീൻവൈൽ നമുക്ക് സവാളയും തക്കാളിയും ഗാർലിക്കും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ എൻ്റെ കയ്യുറ ഫിംഗർ ക്യാപ്പ് ഇടുവാണ്. ഇത് നമുക്ക് ആദ്യം നമ്മുടെ സവാള ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊരു ഹെൽത്തി ഫുഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വെജിറ്റബിൾസും നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം, എഗ്ഗ് ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന, കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ രാത്രി ആയതുകൊണ്ടാണ് ഞാൻ മുട്ട അത്ര പ്രിഫർ ചെയ്യാത്തത്. ചില സമയങ്ങളിൽ നമുക്ക്
മോൾക്ക് ദഹിക്കത്തില്ല. പിന്നെ നാളെ സ്കൂളിൽ പോകാനുള്ളതാണ്. നാളെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ വയ്യാതെ അവൾക്ക് നാളെ കോമ്പറ്റീഷനുണ്ട്. 4 പ്രോഗ്രാമിൽ ചേർന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും പോയി കുറേ പ്രോഗ്രാംസിനൊക്കെ ചേരും. നാളെ സോളോ സോങ്സും കരോക്കെ സോങ്ങിലുമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് 27-28 വേറെ 2 പ്രോഗ്രാമുണ്ട്. ഒരു സ്കിറ്റും, ഇംഗ്ലീഷ് സ്കിറ്റും, പിന്നെ ഒരു മലയാളം ഗ്രൂപ്പ് സോങ്ങുമാണ്. അപ്പം അതിന് അറിയില്ല എന്താണെന്നുള്ളത്. ഇനി സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവൾ ഡാൻസ്, പിന്നെ ഹിന്ദി റെസിറ്റേഷൻ അങ്ങനെയൊക്കെയാണ് റെസിറ്റേഷൻ, ഇംഗ്ലീഷ് റെസിറ്റേഷൻ അതിനകത്തൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഈ പ്രാവശ്യം അവർക്ക് 6th ഓൺവേർഡ്സ് അവർക്ക് കോമ്പറ്റീഷൻസൊക്കെ കുറച്ച് കുറയും. 5th വരെയുള്ള കുട്ടികൾക്കാണ് കൂടുതലും കോമ്പറ്റീഷൻസൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ്. 6th ആയി, ഇനിയിപ്പം കോമ്പറ്റീഷൻസൊക്കെ കുറവാണെന്നുള്ള ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇഷ്ടം. അതിനകത്തൊക്കെ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ അത് കാരണം കുറച്ച് പഠിത്തത്തിലൊക്കെ ഒരു താല്പര്യം കുറഞ്ഞ് വരുന്നത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ആദ്യമേ പറഞ്ഞു എല്ലാ പ്രോഗ്രാംസിലും ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യരുതെന്ന്. അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ഉണ്ടോ അതിലെല്ലാം മിസ്സ് പിടിച്ചിടും. അവൾക്കും ഇൻട്രസ്റ്റാണ്. മിസ്സ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരും. അപ്പോൾ നാളെ ഒരു പ്രത്യേകത, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അതെന്താണെന്നുള്ളത് ഞാൻ നാളെ പറയാം. എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ് ഓഗസ്റ്റ് 21. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്ലാൻസ് ഒന്നും ഇല്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് സ്കൂളിൽ പോകണം, അവൾക്ക് കോമ്പറ്റീഷനാണ്. അപ്പോൾ പിന്നെ ലീവും അങ്ങനെയൊന്നും എടുക്കുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഇത് കണ്ടുള്ള പ്രത്യേകിച്ചുള്ള പ്ലാനിങ്സും പരിപാടികളൊന്നും ഇല്ല നാളെ. എങ്കിലും നാളെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ അതെന്താണെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ഉറപ്പായിട്ടും നാളെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സവാള റെഡിയായി. ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒക്കെയായി. സവാള ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. സവാള ഞാൻ കുഞ്ഞായിട്ട് അരിയാം. വളരെ കുഞ്ഞായിട്ടല്ല, എങ്കിലും ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ ഞാൻ അരിയാണ്. ഇവിടെ അച്ചൂസിന് വെജിറ്റബിൾസ് ഒട്ടും കഴിക്കാത്ത ഒരാളാണ്. അവൾക്ക് കുറച്ച് നാൾ മുൻപ് വരെയാണെങ്കിൽ സവാളയും തൊടത്തില്ലായിരുന്നു. ഫുഡിനകത്താണ് കടുക് കണ്ടു കഴിഞ്ഞാൽ അത് തൊടത്തില്ല, തക്കാളിയുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് തൊടത്തില്ല, അങ്ങനെയെല്ലാമാണ്. ഇപ്പോൾ പിന്നെ സവാളയൊക്കെ കഴിച്ച് തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ട് സവാള കഴിച്ച് കഴിഞ്ഞാൽ നല്ല സുന്ദരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. സവാള ഇപ്പോൾ എന്തായാലും കഴിക്കുന്നുണ്ട്. പിന്നെ കടുകും കുഴപ്പമില്ല. കടുകൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റി വെക്കത്തില്ല. മറ്റേത് കുഞ്ഞുനാളിലെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് പ്രത്യേകം എടുത്ത് മാറ്റി അങ്ങ് വെക്കും. എന്തോ വൃത്തികേടാണെന്ന് വിചാരിച്ചാണ് കടുകിനെ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയോ വൃത്തികേടാണ് എന്നുള്ള സംഭവത്തിൽ. പിന്നെ തക്കാളി ഫുഡിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചയ്ക്കാണെങ്കിൽ എടുത്ത് വെച്ച് കഴിക്കും. ബിക്കോസ് ടൊമാറ്റോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലസ് വെജിറ്റബിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് വെജിറ്റബിളായിട്ടും കഴിക്കാം, ഫ്രൂട്ടായിട്ടും കഴിക്കാം. മാത്രമല്ല നല്ല ഹെൽത്തി ആണ്. ടൊമാറ്റോ വളരെ നല്ലൊരു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ടാണ്. പിന്നെ സ്റ്റോണൊക്കെ ഉള്ള ആളുകൾക്കാണ് അതിൻ്റെ സീഡ് കഴിച്ചുകൂടാത്തതുകൊണ്ട് ഇത് ചെയ്യാത്തത്. ഞാനിവിടെ അത്യാവശ്യം എല്ലാ ഫുഡിനകത്തും തക്കാളി ഇടും. ഒരു 3/4 ഭാഗം സവാള അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഓർത്തത്. സവാള പാസ്തയ്ക്ക് ഇങ്ങനെ അല്ലായിരുന്നു അരിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ നോർമലി പാസ്തയ്ക്ക് ഇത് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ അത് ഇത്രയുള്ളൊരു കൺസിസ്റ്റൻസിയിലായിരുന്നു ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലും നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ തിരക്കിലും ഞാൻ മറന്നുപോയി. അത് കാരണം വല്ലൊരു ഫ്ലോപ്പായി പോയി എൻ്റെത്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് സവാള ആഡ് ചെയ്താൽ മതിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഒരു
സിമ്പിളൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം ഇത്രയും ഇങ്ങനെ അരിഞ്ഞ സ്ഥിതിക്ക് കൂടെ ഇങ്ങനെ അരിയാം. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു അരിയേണ്ടത്. ഞാൻ ഇങ്ങനെ അല്ല അരിയുന്നത്. പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ല വീതിക്കാണ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഒരു സവാള ഉണ്ട്. അത് കണക്കാക്കിയാണ് ഞാനൊരു വലുത് എടുത്തത്. സവാള കൂടുതലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി വരും. അതുകൊണ്ട് തന്നെയാണ് സവാള ഇത്ര ഇട്ടത്. ചില ആളുകൾക്ക് ഒരുപാട് സവാള ഇടുന്നത് ഇഷ്ടമായിരിക്കില്ല. പിന്നെ ഇതും വെളുത്തുള്ളിയും കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നു. ക്യാരറ്റൊക്കെ പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ്. പക്ഷേ ക്യാരറ്റ് ഇത് പാസ്ത ഉണ്ടാക്കുന്നത് ഒരു പ്ലാൻ ഇല്ലായിരുന്നു. മാത്രമല്ല ഞാൻ വെജിറ്റബിൾസ് ഒന്നും വാങ്ങാൻ പോയില്ല. ഇവിടെ പപ്പയ്ക്കും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പെട്ടെന്ന് പാസ്ത വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്ത നോക്കിയപ്പോൾ പാസ്ത ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വെച്ചൊരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ പാസ്ത ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് നമ്മൾ പാസ്ത എന്തുകൊണ്ടിരിക്കുന്നു, കുറച്ച് നേരം കൂടെ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇത് നമ്മുടെ സവാള ആൻഡ് വെളുത്തുള്ളി റെഡിയാണിവിടെ. ഓക്കെ, പാൻ വെച്ച് കൊടുക്കുകയാണ് പാസ്ത റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പാസ്ത വെന്തോന്നൊന്ന് നോക്കാം. ഇത് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഒരു സ്പൂൺ ഓയിൽ ഞാൻ ഒട്ടിയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ശകലം ഒരു ഹാഫ് സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇന്ന് അതും മറന്നുപോയി. ഇതൊന്ന് വെന്തോന്നൊന്ന് നോക്കാം. ഒരു ശകലം കൂടി ഒന്ന് വേവണം. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നല്ല ഇതാകത്തില്ല, അതിന് കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഓക്കെ, ഇനി പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് കടു ഇട്ട് വെക്കുന്നുണ്ട്. ഒരു പൊട്ടി ഞാൻ പെരുംജീരകം ഇടുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് മാത്രമേ ഇടുന്നുള്ളൂ. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി സവാളയും അരിഞ്ഞിട്ട് സവാളയും ചേർത്തതും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെ എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. നമ്മൾ ഓൾറെഡി പാസ്തയ്ക്കകത്ത് ഉപ്പിട്ടത് കൊണ്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ഞാനിനി അടുത്ത പ്രാവശ്യം പാസ്ത ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസും അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് പ്രോപ്പർ ഈ പ്രാവശ്യം മറന്നുപോയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് ക്രീമി പാസ്ത എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് നമ്മൾ പാക്കറ്റ് പാസ്ത മേടിച്ചിട്ട് ഇവിടെ മോൾക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അത്ര ഇതില്ല. അതൊന്നും അങ്ങനെ വാങ്ങാറില്ല. ക്രീമി ടൈപ്പ് ഉണ്ടാക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഒരു പാസ്ത വളരെ ശരിക്കും എപ്പോഴെങ്കിലും ഒരു കൊതിക്ക് മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ടല്ല, പാസ്ത വല്ല ഇതിനകത്ത് ഉണ്ടാക്കില്ല.
ഇത് പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, കേൾക്കാൻ പറ്റുന്നുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മുടെ ഇവിടെ പാസ്ത ഇവിടെ വേവാൻ വെച്ചത് അത് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇത് ഇങ്ങനെ തന്നെ വെക്കാതെ ഉടനെ തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ഇതിനകത്ത് പച്ചവെള്ളം ആഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം തന്നെ പച്ചവെള്ളം ആഡ് ചെയ്യുന്നത്. ഞാനൊരു കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് ചൂടാക്കി വെച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഓരോന്നോരോന്ന് പ്രത്യേകമാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ള് ഒട്ടിപ്പിടിക്കും. അത് ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മളിത് പച്ചവെള്ളം ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഒരു 2 minutes അത്രയും വെച്ചാൽ മതി. കാരണം അതിനകത്ത് എന്തായാലും ആ വെള്ളത്തിൽ കുറച്ച് ചൂട് കാണും. അപ്പോൾ ആ വെള്ളം ഒന്നും കൂടെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടെ ഒഴിച്ച് വെക്കാം. ഇതിനിപ്പോൾ ഇതിനകത്തുള്ള വെള്ളം മുഴുവനും ഞാനങ്ങ് റിമൂവ് ചെയ്യുവാണേ. എന്നിട്ട് നമ്മളിത് വെള്ളം മൊത്തം റിമൂവ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച്, പച്ചവെള്ളം കൂടെ ആഡ് ചെയ്ത് വെക്കുവാണ്. അതൊരു നമ്മൾ മറ്റേ സവാളയൊക്കെ ഒന്ന് വേകുമ്പോഴത്തേനും മതി. സവാള അയ്യോ ആൾക്കാരൊന്നും തോന്നുന്നു. ഇന്ന് മൊത്തം കുഴപ്പമാണ് ഗൈസ്. പക്ഷേ നമുക്കിത് സവാള അരിയാം, തക്കാളി അരിയാം. തക്കാളി നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമ്മളതിനകത്തുള്ള സാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് ചെയ്യാം. ഒന്ന് ഫുള്ളായിട്ട് അതേപോലെ വന്നിട്ട് നമുക്ക് ഇത്രയൊരു രീതിയിൽ തക്കാളി അരിഞ്ഞിടാം. ഓക്കെ. പക്ഷെ ഞാൻ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തക്കാളിയും കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിയുന്നത്. ഇതങ്ങ് റിമൂവ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള സീഡ്സൊക്കെ അങ്ങ് റിമൂവ് ചെയ്തു. പാസ്ത ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അകത്തുള്ള എല്ലാം റിമൂവ് ചെയ്തു. ചെറുതായിട്ടാണ് അരിയുന്നത്. സവാള വലിയ രീതിയിലായിരുന്നെങ്കിൽ ഞാനിതും വലിയ രീതിയിൽ തന്നെ ചെയ്തു തരായിരുന്നു. നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സംഭവം പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സവാള കുറച്ചൊന്ന് കരിഞ്ഞു പോയി. അയ്യോ, പക്ഷെ ഒരുപാടില്ല, ടേസ്റ്റ് എന്തായാലും വരും. ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് ഇത് ചെയ്തുകൊണ്ടാണ് എൻ്റെ വിരലും കൂടെ പൊള്ളി. സാധാരണ ഇതിലാകുമ്പോഴത്തെ വീഡിയോയും എല്ലാം കൂടെ ഉള്ളൊരു കൺഫ്യൂഷനിൽ സംഭവിച്ചതാണ്. ഇനി നമുക്ക് ഏകദേശം ഈ തക്കാളി ഒന്ന് വാടി വരുമ്പോഴത്തേന്, തക്കാളി ഞാൻ ഒരുപാട് അങ്ങ് വഴറ്റുന്നില്ല, ഒരു ചെറിയ പച്ചക്കറി ഇരുന്നുണ്ടായെന്ന് വിചാരിക്കുന്നു. ഒരു 2 മിനിറ്റ് ഒന്ന് ഇതാവട്ടെ. നമ്മൾ രണ്ടാമത് ഒഴിച്ച് വെച്ച വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ തക്കാളി കുറച്ച് വന്നിട്ടുണ്ട്. ഇനി മസാല ഇടുവാണ്. ഇതിനകത്ത് ഞാൻ ചിക്കൻ മസാലയും മുളക് പൊടിയുമാണ് എടുത്തേക്കുന്നത്. അല്ല, ചിക്കൻ മസാലയാണ് കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത്. മുളക് പൊടി അത്യാവശ്യം വളരെ ഒരു സ്പൂൺ എടുത്തിട്ടില്ല. ചിക്കൻ മസാല കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇനി സ്പൈസി വേണ്ട എന്നുള്ള ആളുകൾക്കാണെങ്കിൽ അങ്ങനെ കുറച്ചും എടുക്കാം. ഒരു ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന പാസ്ത ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത
ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, എല്ലാം പ്രത്യേകമാണ്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്നും ഒട്ടിപ്പിടിക്കരുത്. ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു പാസ്ത കഴിക്കാനൊരു രസം കാണില്ല. ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ എന്നാൽ വേവാതിരിക്കുകയും ചെയ്യരുത്. ഇപ്പോൾ ഒരു മീഡിയം പരുവത്തിലായിരിക്കണം അതിരിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ക്രീം ഒഴിച്ച് ഉണ്ടാക്കാം നമുക്ക്. പക്ഷെ എനിക്ക് ഇവിടെ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. കുറച്ച് ഉപ്പ് വേണ്ടി വരും. ജസ്റ്റ് ഒന്ന് ആ മസാലയുടെ പച്ചപ്പ് പോകുന്നതും വരെ ഒന്ന് ചൂടാക്കി കൊടുക്കാൻ വേണ്ടി. ഒരുപാടിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. മസാല എല്ലാം കൂടെ സ്പൂണിൽ പറ്റിയിരിക്കുകയാണ്. അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം. മൂടി വെക്കാൻ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്താൽ മതി. പാസ്ത ഓൾമോസ്റ്റ് റെഡിയായിട്ടുണ്ട്. മസാലയുടെ എല്ലാ പച്ചപ്പൊക്കെ മാറി പാസ്ത ഒക്കെ ആയി. അപ്പം ഞാൻ ഈ ഫ്ലെയിം ഒന്ന് അണയ്ക്കുവാണ്. ഇനി ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. ഇതിനകത്ത് ഇനി ഈ വെജിറ്റബിൾസ് അതൊന്നും മാറ്റി വെച്ച് കളയരുത് കേട്ടോ. ഓക്കെ, ഇത് ആക്ച്വസിൻ്റെ പ്ലേറ്റാണ്. ഇത് ആക്ച്വലി എൻ്റെ പ്ലേറ്റ് ആയിരുന്നു. അവളത് എടുത്തു. അപ്പം നാടൻ പാസ്ത ഈസ് റെഡി. ഇതിനകത്ത് ചിക്കൻ ആഡ് ചെയ്യാം, വെജിറ്റബിൾസ് ആഡ് ചെയ്തുണ്ടാക്കാം, പല രീതിയിലുണ്ടാക്കാം. പക്ഷേ ഇത് സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക. Okay, so subscribe our channel and like, share and add comments also. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് നെക്സ്റ്റ് ടൈമിൽ നമുക്ക് അതിനകത്ത് മാറ്റം വരുത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ള മനസ്സിലാകത്തുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഡാഫോഡിൽസ്. ബൈ, ടേക്ക് കെയർ, സീ യു ടുമോറോ.